നമസ്കാരം. ഒരു ആശ്വാസം നിറഞ്ഞ വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്, അതായത് ജൂലൈ 5-നാണ് റോഷൻ കുമാറിന്റെ, ബീഹാർ സ്വദേശിയായ റോഷൻ കുമാറിന്റെ ഒരു വാർത്ത നമ്മൾ പങ്കുവച്ചത്. പയ്യന്നൂരിനടുത്ത് മേഘ കൺസ്ട്രക്ഷൻ, ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷന്റെ ലേബർ ക്യാമ്പിൽ ഒരു അപകടം പറ്റി ഒരു യുവാവ് കിടപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ജൂലൈ 5-ന് മനുഷ്യാവകാശ പ്രവർത്തകരും നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ ടീമും ഒക്കെ ഈ ലേബർ ക്യാമ്പിലേക്ക് എത്തുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അന്ന് ആ 23 വയസ്സുകാരനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കോമയിലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴുത്തിലൊരു ദ്വാരമിട്ടിരിക്കുകയായിരുന്നു. മെയ് 24-നായിരുന്നു അദ്ദേഹത്തെ ഇത്തരത്തിലൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് ഈ ലേബർ ക്യാമ്പിലേക്ക് മാറ്റിയതിനു ശേഷം മറ്റു ചികിത്സകളൊന്നും നൽകിയില്ല. ഈ ജൂലൈ 5-ന് അദ്ദേഹത്തെ തിരിച്ച് ട്രെയിനിൽ കയറ്റി ബീഹാറിലേക്ക് പറഞ്ഞയക്കാനായിരുന്നു മേഘ ഉദ്ദേശിച്ചിരുന്നത്. ആ ഉദ്ദേശത്തെയാണ് ഈ മനുഷ്യാവകാശ പ്രവർത്തകരും മാത്തിലെയും കാങ്കോലിലെയും ഒക്കെ പൊതുപ്രവർത്തകരൊക്കെ ചേർന്ന് ചോദ്യം ചെയ്യുകയും അവിടെ നിന്ന് തുടർ ചികിത്സയ്ക്കായി പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ജൂലൈ 9-ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് ICU ആംബുലൻസിൽ ഒരു നഴ്സിന്റെ സഹായത്തോടെ പാറ്റ്ന എയിംസിലേക്ക് അദ്ദേഹത്തെ ബീഹാറിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ICU സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ ചികിത്സയിലാണ്. പക്ഷെ കൃത്യമായ ചികിത്സ നൽകിയപ്പോൾ എങ്ങനെയാണ് റോഷൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം ഇവിടെ നിന്ന് കഴുത്തിൽ ദ്വാരമിട്ടിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോ വായിലൂടെ ഭക്ഷണം കഴിച്ചു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി. ഒരു ജീവിതം തീർത്തും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന, എല്ലാ കാലത്തേക്കും കോമയിലായേക്കാവുന്ന യുവാവ് തിരിച്ച് ജീവിതത്തിലേക്ക് നടന്നു കയറി വരുന്നതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഒരു അതിഥി തൊഴിലാളി ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നമ്മുടെ നാട്ടുകാർ എങ്ങനെയാണ് അയാളോട് ചേർന്ന് നിന്നതെന്നൊക്കെ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റോഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്കൊപ്പം തന്നെ മേഘയും ഉണർന്നു പ്രവർത്തിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ആംബുലൻസിനുള്ള തുക, തുടർ ചികിത്സയ്ക്കുള്ള തുക ഒക്കെ മേഘ തന്നെയാണ് കണ്ടെത്തി നൽകിയിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഈ ഒരു രക്ഷാദൗത്യത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കും വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. റോഷന്റെ ചെറിയൊരു വീഡിയോ കാണാം. को केरला से पटना एम्स के लिए लाया था। पटना एम्स में डॉक्टर बोला कि ये ठीक है, इसको ले जाओ घर और बुधवार को आना, OPD में दिखाना, और एग्रीशन नहीं ले रहा है। तो मैं घर ले आया। अब बुधवार को लेके पटना एम्स जाना है डॉक्टर को दिखाने के लिए।